എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ് ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട, ഇതവിടെ ചെക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുരിപ്പ്. എന്ത് പരിപ്പാ? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറും. ഈ മാലക്ക് എന്താ വില? 500 rupees. 500. 3 അല്ല, 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ച്. അവിടെ തന്നെ sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവും? പൊറോട്ട മാവാണ്. ഇതിന് കിത്തിന രൂപ? ഇതിനൊക്കെ സബ് അലഗ് അലഗ് പ്രൈസ് है साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഈ ദിൽവാല 700. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേ ജായെങ്കി ഷുവർ അല്ലേ? കോൺഫിഡന്റ് सर. ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ, ഇവിടെ. ആ, എന്തായി? അയാള് പറഞ്ഞ മനസ്സിലായ? ഇഞ്ചടെ ഇറക്ക മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ്, മേടിച്ചോളാൻ. ആണോ? അനിയാ, കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിൽ ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടാവും. ചുമക്കാനാ? അത് പുറകിലേക്കനോട് പറഞ്ഞാൽ മതി. ഇതിനെത്ര വില? 100 rupees. 100? सर ये देखो, अच्छा है. ये सर. ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ, ഞാൻ കണ്ട്. മറ്റേത് അതല്ല, അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ഒരു മിനിറ്റ് നിർത്തി. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്കും വേണമെങ്കിൽ ഏതെടുത്താലും. എനിക്ക് ഒന്ന് മതിയാ? ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടുക്കും. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കളം തല്ലി പൊട്ടിക്കാനല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പുറമോർക്കെ. അല്ല, അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്ന? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ,
സുട്കേസായിട്ട് പോണില്ലേ അവന് പോയ പോ ഇയാളെന്താ മന്ന ബുദ്ധിയാണോ പോകല്ലേ പോ 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 ജോലിയിൽ പോണ പോലെ പോട്ടെ ഇത് പോയില്ലേ എടോ ഓ ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത് നിൽക്കാൻ മിസ്സിംഗ് പിന്നെ മിസ്സിംഗ് ഓഹോ കയറ് കാറ്റി പേടിപ്പിക്കുന്നോ എടോ ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ അയ്യോ കെട്ടല്ലേ എടാ എടാ ചോട്ടം വിട്ടത് ആട്ടച്ചാക്കി ചത്തുകൊള്ളോ വലിയ കെട്ടല്ലേ എടാ വിടാ എടാ കെട്ടഴിച്ചിട്ട് പോടാ അയ്യോ എടാ കെട്ടല്ലേ നോക്കള്ളപ്പോഴാണോ കയറ് അയ്യോ പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതി പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. അത് കൊടുത്തുകൂടെ ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അയ്യോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഓപ്പിയ. ഹലോ മിസ്റ്റർ ബോബി വർഗീസ്. സ്റ്റാൻഡ് അപ്പ്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. ആരെ? അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നേനെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. Yes. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദാ, 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം, എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പൊക്കോ.